മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ് സ്ഥാപിച്ചൊരു പ്രസ്ഥാനമാണ്. ഇതിന് ഭൗതികമായ ഒരു താല്പര്യമില്ല. ഭൗതികമായ എന്തെങ്കിലും കാര്യം കിട്ടുമെന്ന് വിചാരിച്ചതിന് പിന്നെ കൂടും വേണ്ടാരും. അല്ലാതെ വേറെ ഭൗതികമായ ഒരു നേട്ടങ്ങളും ഇതുകൊണ്ട് ആരും ഉദ്ദേശിക്കേണ്ട. അതൊട്ട് ആ ഉദ്ദേശിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ നിന്നാൽ ആ പ്രവർത്തനം അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനമായിക്കൊണ്ട് എണ്ണപ്പെടില്ല എന്നുള്ള മാത്രം. അതാ പറയാനുള്ളത്. ഉസ്താദന്മാർ ഒരു ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വേറെ പല പണിയുണ്ടാവും. ഇവിടെ ഈ നമ്മൾ കൊടുക്കണം ഈ 10-15 വേണ്ടി ഇവർ നിൽക്കേണ്ട ആവശ്യമില്ല. എന്താ അവരെന്താ ആണുങ്ങളല്ലേ, നമ്മളമാർക്ക് ആരോഗ്യമുള്ളവരല്ലേ, അവർക്ക് വേറെ പണി പോയി എടുത്തൂടെ. അവർക്ക് മാസത്തിൽ 50 അല്ലെങ്കിൽ 1 ലക്ഷമൊക്കെ ശമ്പളം ലഭിക്കപ്പെടുന്ന ജോലി ചെയ്യാൻ ഇവർക്ക് കഴിയും. അവരും അത്ര മണ്ടന്മാരൊന്നുമല്ലല്ലോ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഈ രംഗത്ത് പിടിച്ചിട്ടൊക്കെയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ബഖിയത്തു ഖൈർ അവരിലുണ്ട്. അതുകൊണ്ട് വലിയ ഭൗതികമായ ഒക്കെ അല്ലാഹു സാധിപ്പിച്ചു തരും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വാങ്ങിക്കൊണ്ട് ചിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താ, ഇതൊരു പൊട്ടന്മാരാണ് കേട്ടോ, നമുക്ക് ഇറ്റികളെ കൊണ്ട് എന്ത് പണിയെടുപ്പിച്ചാൽ മനസ്സിലായില്ലേ. എന്തൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് വല്ല ഭീഷണിപ്പെടുത്താം, വല്ല അമർത്തിയെടുത്താൽ ഇതൊക്കെ നമുക്ക് കഴിയും. പാവങ്ങളാണ് ഓലങ്ങൾ, എന്ത് ചെയ്താലും ഓലൊന്നും പറയില്ല. പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ, അവർ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യായതുകൊണ്ടാണ്. ആമൂല്യങ്ങൾ അത് ചെയ്യാൻ പാടിച്ചെന്നൊക്കെ പറഞ്ഞ് ഭീഷണി നമ്മളവിടെ അമർന്ന് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ. അതൊക്കെ നമ്മളെ ഒരു ജോലിക്കാരായതുകൊണ്ടല്ല നമ്മളെല്ലാം അവർ ബഹുമാനിക്കുന്നത്. അവർ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുകയാണ്, അള്ളാഹിൻ്റെ ഈ ദീനിനെ ബഹുമാനിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് അവർ ഖിദ്മത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കണ ഈ 10-15 വലിയ സംഗതിയായിട്ടല്ല. പക്ഷെ അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരോടും താല്പര്യങ്ങൾക്ക് വേണ്ടി ആരും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട. ഉഖ്റവിയായ വല്ല നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചവരൊക്കെ അതിൽ കൂടി പ്രവർത്തിച്ചോളി. ആ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് പാവപ്പെട്ട ഉസ്താദന്മാരുടെയും നാട്ടുകാരെയൊക്കെ ദുആകളുണ്ടാവും. മരണത്തിൻ്റെ ശേഷമാണെങ്കിൽ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഹയാത്ത് കാലത്താണെങ്കിൽ മറ്റുള്ള ആഫിയത്ത് പോലത്തെ സംഗതികൾക്കും മറ്റും ഭൗതികമാവുന്ന മറ്റ് സുഖ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇസ്ലാം എതിർക്കാത്ത ഏത് സൗകര്യമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താനൊക്കെ വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഓരോരുത്തരും സന്നദ്ധരാവുക. അത് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ ഉപദേശിക്കാനും പറയാനുള്ളൂ, അഭ്യർത്ഥിക്കാനുള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഒരു സൃഷ്ടികളാണ് ഇതൊക്കെ. അത് മനസ്സിലാക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായി ഇതേ ഉണ്ടാക്കിയെടുത്തതല്ല. ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുമ്പ് 100 വർഷമായല്ലോ ഇപ്പോൾ. അന്ന് ഇതിന് മഹാന്മാരുണ്ടാക്കിയ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ രീതി എങ്ങനെ ആവണം, ആവശ്യമാവുന്ന ഭൗതികമാവുന്ന വിദ്യാഭ്യാസം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊന്നും പയഞ്ചന്മാരൊന്നുമല്ല, അവരൊന്നും തിരിയാത്തവരൊന്നുമല്ല. നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരാണ് ഇതൊക്കെ ഉണ്ടാക്കിയതല്ല. ഇത് അവർ ഭരണഘടനയിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ രീതികളെ പറ്റിയൊക്കെ അവരെന്തായിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ആ നിലക്ക് ദീനിന് ആവശ്യമാവുന്നതായ എല്ലാവിധ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതിവിടെ ഒരുക്കിക്കൊണ്ടിട്ട്, അത് എനിക്ക് ദീനിന്ന് പുറത്തു പോകാൻ പാടില്ല, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല. ആ നിലക്ക് നടത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ.